ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് സ്കിൻ കെയറിലോട്ട് വരുന്നത്, ഒരുപാട് സെറമും അല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സാലിസിലിക് ആസിഡ് അതായത് BHAs നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് സാലിസിലിക് ആസിഡ് ബേസ്ഡ് ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. കോമൺ ആയിട്ടൊരു ഫേസ് വാഷ്, അതായത് ഇപ്പൊ ഏത് സ്കിൻ ടൈപ്പിന് ഒരുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്തതിനു ശേഷം സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. അപ്പൊ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേഷനും ഒരു ഗ്ലോയും ബ്രൈറ്റ്നസും ഒക്കെ കിട്ടും. ഇത് നമ്മുടെ സ്കിൻ ഒരുപാട് സെൻസിറ്റീവ് ആക്കും. സെൻസിറ്റീവ് ആക്കും വെച്ചാൽ ഇന്ന് തേച്ചാൽ നാളെ സെൻസിറ്റീവ് ആക്കും എന്നല്ല ഞാൻ പറയുന്നത്. നോൺ കോമഡോജനിക് എന്ന് പറയുമ്പോൾ മോക്കൂര് വരാതിരിക്കുന്ന കാറ്റഗറിയിലോട്ട് പോയിട്ട് നമുക്ക് മോക്കൂര് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ ഒരു താടി ഉണ്ടെങ്കിൽ സൺസ്ക്രീനിൽ നമ്മൾ 50% സൺ പ്രൊട്ടക്ഷൻ 15% താഴെ മാത്രമേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഓയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും ഫോർ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ എന്നുള്ള സൺസ്ക്രീൻ ഉണ്ടായിരിക്കും. അങ്ങനത്തെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ലോങ് റൂട്ടിൽ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ, കാർ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കയ്യിലൊക്കെ പെട്ടെന്ന് ടാനിങ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്നത്തെ എന്റെ വീഡിയോ എന്റെ സഹോദരന്മാർക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം ഇത് ആണുങ്ങൾക്കുള്ള സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ സ്കിൻ കെയർ ചെയ്യാൻ പറ്റും, ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ആലോചിക്കുക. അപ്പൊ വീഡിയോയിലോട്ട് ഇറങ്ങും. ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് മനസ്സിലാക്കണം. ഒരുപാട് പേരും ഇപ്പൊ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കൺഫ്യൂസ്ഡ് ആണ് എന്റെ സ്കിൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് സാധാരണ ഒരു ഫേസ് വാഷ്, അതായത് സോപ്പ് അല്ല ഞാൻ പറയുന്നത്, സാധാരണ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ്. നിങ്ങളേലില്ലേ നിങ്ങളുടെ സഹോദരങ്ങളേലോ ആരെങ്കിലും കാണുന്നത് സാധാരണ ഫേസ് വാഷ് എടുത്ത് ഫേസ് വാഷ് ചെയ്യാം. എന്നിട്ട് 1 മണിക്കൂർ, അതായത് 1 മണിക്കൂർ കൊണ്ട് 30 മിനിറ്റ്സ് to 1 hour വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് ഡ്രൈ ആയിട്ട് ഫീൽ, അതായത് നമ്മുടെ സ്കിൻ ഒരുപാട് വലിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പൊലിഞ്ഞിളവുന്ന അങ്ങനത്തെ ഒക്കെ ഫീലിംഗ് വന്നാൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്. അതല്ല എവിടെയെങ്കിലും കുറച്ച് ഓയിൽനെസ്, മൊത്തത്തിൽ ഓയിൽ കണ്ടന്റ് ഇല്ല, പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ടീ സോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ താടിയുടെ ഇവിടെയൊക്കെ മാത്രം ഓയിൽനെസ് ഫീൽ ചെയ്യുന്നു, ബാക്കി എല്ലാ ഭാഗവും ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. മൂന്നാമത്തേന്ന് വെച്ചാൽ ഫുൾ ഫേസിൽ ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്. നോർമൽ സ്കിന്നാണ്. പിന്നെ എന്ന് വെച്ചാൽ സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ ആണുങ്ങൾക്ക് സെബം പ്രൊഡക്ഷൻ കൂടുതലാണ്. ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് കൂടുതൽ ആണുങ്ങൾക്കും ഓയിലി സ്കിന്നാണ് വരാൻ ചാൻസ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനൊക്കെ ആണെങ്കിൽ കൂടുതൽ ഓയിലി സ്കിന്നാണ്. അപ്പൊ ഓയിലി സ്കിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളൊരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ചെയ്യാനായിട്ട്. ആണുങ്ങൾക്ക് ടെസ്റ്റോസ്റ്റെറോൺ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സെബം പ്രൊഡക്ഷൻ, അതായത് ഓയിൽ പ്രൊഡക്ഷൻ പെണ്ണുങ്ങളെക്കാളും കൂടുതലാണ്. 2 to 3 times കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. മോക്കുരു മാത്രമല്ല, നെഞ്ചിൽ കുരു വരാം, ഷോൾഡറിൽ അല്ലെങ്കിൽ ബേക്കിലൊക്കെ നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പിമ്പിൾസ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സ്ത്രീകളെക്കാളും ആണുങ്ങൾക്കാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, കുരു കാരണം ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത്. സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് ഡെർമിസിന് തിക്നെസ് കൂടുതലാണ്. ഡെർമിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്കിൻ ലെയർ ഉണ്ട്, അതിനകത്ത് രണ്ടാമത്തെ ലെയറാണ് ഡെർമിസ്, എപ്പിഡെർമിസും ഡെർമിസും. ഇതിന് നിങ്ങൾക്ക് തിക്നെസ് കൂടുതലാണ്. നിങ്ങൾക്ക് ഈ തിക്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പുറത്തുനിന്നുള്ള റിംഗ് ലൈൻസ് ഒന്നും പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ഏജ് ആവുന്നില്ല എന്ന് തോന്നുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഡീപ്പ് എക്സ്പ്രഷൻ ലൈനാണ്. അതാണ് ആണുങ്ങൾക്ക് ഇത് ഭയങ്കര ഗമയാണെന്നൊക്കെ തോന്നുന്ന ഒരു എക്സ്പ്രഷൻ ലൈൻസ് വരുന്നത് നിങ്ങളുടെ ഡെർമിസ് തിക്ക് ആയതുകൊണ്ടാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കര മസിൽ മാസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ മസിൽ മാസം കൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്രഷൻ ലൈൻ നല്ല ഡീപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, കാണപ്പെടുന്നത്. നിങ്ങളുടെ ഡെർമിസ് തിക്ക് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെർമിസ് ആണ് ആണുങ്ങൾക്ക് പൊതുവെ ഉള്ളത്. അത് അപ്പം നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫ്രീ റാഡിക്കൽസിനെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ സ്കിന്നെ അഫക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സണ്ണിൽ നിന്ന് കിട്ടുന്ന ഫ്രീ റാഡിക്കൽസ്, അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്മോക്കിംഗ് കാരണം നിങ്ങൾക്ക് ഫ്രീ റാഡിക്കൽസ് കിട്ടും. ഡീനാച്ചുറേറ്റ് ആൽക്കഹോൾ നിങ്ങളുടെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിൽ ചിലപ്പോൾ നിങ്ങൾ ഷേവിംഗ് ക്രീമിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡീനാച്ചുറേറ്റ് ആയിട്ടുള്ള ആൽക്കഹോൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് സ്കിൻ കെയർ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് വരും. പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ സ്കിൻ ഇറിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, അതായത് നിങ്ങൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കിൻ കെയർ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നിങ്ങളെ പെട്ടെന്ന് അഫക്ട് ചെയ്യും. നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ടെസ്റ്റോസ്റ്ററോണിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ മുറിവ് ഉണങ്ങാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഷേവ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ മുഖത്ത് മുറിവ് ഉണ്ടാവുന്നെങ്കിൽ ആ മുറിവ് ഉണങ്ങാനായിട്ട് ടെസ്റ്റോസ്റ്ററോൺ ആണ് ആ മുറിവ് ഉണങ്ങാതിരിക്കാനായിട്ട് കാരണമാവുന്നത്. അപ്പോൾ കാലത്ത് ഒരുപാട് ടൈം എടുക്കുന്നില്ല. സ്ത്രീകളെ കമ്പയർ ചെയ്യും പുരുഷന്മാർക്ക് കുറച്ച് പതുക്കെയാണ് മുറിവ് ഉണങ്ങുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഷേവിങ് വഴിയൊക്കെ എന്തെങ്കിലും മുറിവ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് സ്കിൻ കെയറിലോട്ട് വരുന്നത്, ഒരുപാട് സെറമും അല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. പിന്നെ ഞാൻ താടി ഉള്ളവർക്കും താടി ഇല്ലാത്തവർക്കും വേണ്ടി 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഫേസ് വാഷ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞല്ലോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. അത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം, നമ്മൾ ഏത് ടൈപ്പ് ഫേസ് ആണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലി ഫേസ് ആണെങ്കിൽ ഭയങ്കര എക്സ്ട്രീംലി ഓയിലിയോ, നിങ്ങൾക്ക് ഡ്രൈ ആണെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ ആവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഏതാണോ നിങ്ങളുടെ ഫേസിന്റെ സ്കിൻ ടൈപ്പ് അതനുസരിച്ചിട്ട് വേണം ഒരു സ്കിൻ കെയർ റുട്ടീൻ പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ. സ്കിൻ കെയറിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഫേസ് വാഷ്. ക്ലീൻ ഫേസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് കാര്യമില്ല. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ക്ലീനിങ് ആണല്ലോ പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് ആണ് ഫേസ് വാഷ്. ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞത് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കണം. അതിന് കാരണം ഇത് തന്നെയാണ്. നമ്മൾ ഓരോ പെർട്ടിക്കുലർ സ്കിൻ ടൈപ്പിനും അനുസരിച്ച് ഫേസ് വാഷ് ചേഞ്ച് ആവും. അപ്പൊ നിങ്ങളത് ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ്, നിയാസിനമൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം സാലിസിലിക് ആസിഡ് അതായത് BHAസിന് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത ഫേസ് വാഷ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് ഉള്ള ഓയിൽ കണ്ടന്റ് കൂടെ കളയണ്ട. കുറച്ച് എന്തായാലും നമുക്ക് ഫേസിൽ ഓയിൽനെസ് വേണമല്ലോ. അപ്പൊ അത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ ഡ്രൈയിങ് ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്തെന്ന് പറയുന്നത്. പിന്നെ അത് ഒരുപാട് പതയുള്ള ഫേസ് വാഷ്, അതായത് ഫോമിംഗ് ഫേസ് വാഷ് എന്ന് കണ്ടാൽ അത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡ്രൈ പിന്നെ പിമ്പിൾസ് ഉള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താലും മതി. നോർമൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ സാധാരണ ഫേസ് വാഷ് സെലക്ട് ചെയ്താൽ മതി. നോർമൽ ആണെങ്കിൽ കൂടുതൽ ഫോമിംഗ് ഫേസ് വാഷിൽ സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ഫേസ് വാഷ്, അതായത് ഇപ്പൊ ഏത് സ്കിൻ ടൈപ്പിന് ഒരുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നയാസിനമൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത ഫേസ് വാഷ് ഉള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഷേവ് ചെയ്തതിന് ശേഷം ഒരിക്കലും സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ട് ഒരു ഫേസ് വാഷ് വെച്ച് ഫേസ് ഷേവ് ചെയ്യരുത്. കാരണം എന്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഷേവ് ചെയ്യുമ്പോൾ ചെറിയ മുറിവുകൾ, മൈക്രോ ബ്ലീഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോ ടീർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ മുറിവിലോട്ട് ആസിഡ് ചെന്നിട്ട് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫ്രഷ് കൊണ്ടും കൂടെ അല്ലേ. അപ്പൊ നേരത്തെ പറഞ്ഞാൽ മുറിവ് ഉണങ്ങാനും ഒക്കെ ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോഴെന്നല്ല, നിങ്ങൾ ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. സാധാരണ ഒന്നുകിലും ഫേസ് വാഷ് ഷേവ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് ഷേവ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്യുന്നതാണ്. അപ്പം ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുക, ഷേവ് ചെയ്യുക. അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ടാണ്, ഷേവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നയാസിനമൈഡും ആന്റി ഇൻഫ്ലമേറ്ററി ഫേസ് വാഷുകൾ സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഡ്രൈ ടു നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻകാർ, ഓയിലി സ്കിന്നായിരുന്നെങ്കിൽ പിമ്പിൾസ് ഉണ്ടെങ്കിലും നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ്ഡ് ഫേസ് വാഷ് എടുക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ ഡ്രൈ സ്കിൻ വിത്ത് പിമ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് സെലക്ട് ചെയ്യരുത്. കാരണം ഡ്രൈ സ്കിൻകാർ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തത് സ്കിൻ ഒരുപാട് ഡ്രൈ ആക്കും. റെഗുലർ ബേസിൽ നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡ്രൈ ആകും. പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബെൻസോൾ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു ക്രീം യൂസ് ചെയ്താൽ മതി. പക്ഷെ ഓയിലി സ്കിൻ വിത്ത് പിമ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ സ്കിൻ അനുസരിച്ചിട്ട് വേണം മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ. അതായത് നിങ്ങൾ ഓയിലി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. അല്ല നിങ്ങൾ നോർമൽ ടു ഡ്രൈ അല്ലെങ്കിൽ സെൻസിറ്റീവ് കോമ്പിനേഷൻ ഇങ്ങനത്തെ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ചുകൂടി ഹൈഡ്രേഷൻ നമുക്ക് കിട്ടും. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫേസ് വാഷ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കിയിട്ട് അവിടെ ഒരിക്കലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ. അപ്പം നമ്മുടെ സ്കിന്നിനും മോയ്സ്ചറൈസറിന് ഇടയിൽ ഒരു ബാരിയർ ആയിട്ട് വെള്ളം നിൽക്കും. അപ്പോൾ ഈ വെള്ളത്തിന് പിടിച്ചിട്ട് മോയ്സ്ചറൈസർ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേഷനും ഒരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മോയ്സ്ചറൈസർ നിങ്ങൾ നനഞ്ഞ സ്കിന്നിൽ മാത്രമേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യൂ. ഡ്രൈ സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ സ്കിൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കും. കാരണം മോയ്സ്ചറൈസറിന് പിടിച്ച് നിൽക്കാൻ ഹൈഡ്രേഷൻ വേണം. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ സെൽസിനകത്തുള്ള ഹൈഡ്രേഷൻ വലിച്ചെടുക്കുന്നതായിരിക്കും അത് ചിലപ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുനിന്നായിരിക്കും എടുക്കുന്നത്.
അപ്പം പുറത്തില്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് വെള്ളം വലിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഉള്ള ഹൈഡ്രേഷനും കൂടെ പോകും. അതുകൊണ്ടാണ് നനഞ്ഞ സ്കിന്നിന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് താടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കേട്ടോ പറയുന്നത്. താടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ബിയർഡ് ഓയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ ഓയിലി സ്കിൻകാരാണെങ്കിൽ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യേണ്ട. ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ തന്നെ ഫേസ് ചെയ്തിട്ട് ബിയർഡ് ഓയിൽ ബിയർഡിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഡ്രൈ അല്ലെങ്കിൽ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതെന്താണ് ബിയർഡ് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ ബിയർഡ് ഓയിൽ എടുക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫ്രാഗ്രൻസ് ഉണ്ടാവരുത്. നിങ്ങൾ താടിയിൽ തേക്കുന്ന എണ്ണയ്ക്ക് ഒരിക്കലും മണം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ മണം എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ വോളറ്റൈൽ ആയിട്ടുള്ള കുറച്ച് സാധനമാണുള്ളത്. അപ്പം ഇത് നമ്മുടെ സ്കിൻ ഒരുപാട് സെൻസിറ്റീവ് ആക്കും. വെച്ചാൽ ഇന്ന് തേച്ചാൽ നാളെ സെൻസിറ്റീവ് ആക്കും എന്നല്ല ഞാൻ പറയുന്നത്. കുറെ കാലം കഴിയുമ്പോൾ സ്കിൻ സെൻസിറ്റീവ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻസും ചൊറിച്ചിലും ഈ കറുത്ത പാടൊക്കെ വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സിലൊന്നും ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ഉണ്ടാവാൻ പാടില്ല, ഡീനാച്ചുറഡ് ആൽക്കഹോൾ ഉണ്ടാവാൻ പാടില്ല, എസെൻഷ്യൽ ഓയിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ട 2 സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കാരിയർ ഓയിൽ, അതായത് കോക്കനട്ട് ഓയിൽ, ആംല ഓയിൽ, അല്ലെങ്കിൽ ജുജുബ ഓയിൽ, ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, ഇങ്ങനത്തെ ഓയിലായിരിക്കും നമ്മൾ കാരിയർ ഓയിലായിട്ട് സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ അതിനകത്ത് എന്തായാലും സിലിക്കോൺ വേണം. കാരണം സിലിക്കോൺ ഇതിനകത്ത് ഈ കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്തിട്ട് മോക്കുരു വരാൻ ചാൻസ് ഉണ്ട്. സിലിക്കോണും കൂടെ ഉണ്ടെങ്കിൽ ഇത് നോൺ കൊമിഡോജനിക് എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ടും. നോൺ കൊമിഡോജനിക് എന്ന് പറയുമ്പോൾ മോക്കുരു വരാതിരിക്കുന്ന കാറ്റഗറിയിലോട്ട് പോയിട്ട് നമുക്ക് മോക്കുരു വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ കാരിയർ ഓയിൽ ഉണ്ടായിരിക്കണം, സിലിക്കോണും അതിനകത്ത് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നോർമൽ സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ സിറമൈഡ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ്, സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് അതിനകത്തോട്ട് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. കാരണം കുറച്ചും കൂടെ ഹൈഡ്രേഷൻ വരാൻ സെറമൈഡ്സിനും പെപ്റ്റൈഡ്സിനും ഹെൽപ്പ് ചെയ്യും. അപ്പം മോയ്സ്ചറൈസറും ബിയർഡ് ഓയിലും സെലക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം. മാക്സിമം ഫ്രാഗ്രൻസിൽ നിന്ന് മാറി നിൽക്കാനും ശ്രദ്ധിക്കുക. 3ാമത്തെ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. അപ്പൊ നിങ്ങൾക്ക് താടി ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ വേണ്ടെന്നൊക്കെ കുറച്ച് പേര് പറയും. ഞാനും അങ്ങനെ വിശ്വസിച്ച ആളാണ്. പക്ഷെ ആ ഒരു താടി ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ നമ്മൾ 50% സൺ പ്രൊട്ടക്ഷൻ 15% താഴെ മാത്രമേ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഏതാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഓയിൽ ആണെങ്കിൽ ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം. അതായത് ഓയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരിക്കും, ഫോർ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ എന്നുള്ള സൺസ്ക്രീൻ ഉണ്ടായിരിക്കും. അങ്ങനത്തെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നോർമലി സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. പിന്നെ മാത്രമല്ല നിങ്ങൾ മിനറൽ സൺസ്ക്രീൻ, അതായത് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് പോലെയുള്ള കണ്ടന്റ് ഉള്ള സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അല്ലെങ്കിൽ ഹൈബ്രിഡ് സൺസ്ക്രീൻ, അതായത് കെമിക്കൽ സൺസ്ക്രീനും ഫിസിക്കൽ സൺസ്ക്രീനും കൂടെ ഒരുമിച്ച് വരുന്നതായിരിക്കുമെങ്കിലും കുഴപ്പമില്ല. പിന്നെ SPF 30ക്ക് മുകളിലോട്ടായിരിക്കണം. PA+3 അല്ലെങ്കിൽ 4 ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊക്കെ എന്താണ് SPF, എന്താണ് PA എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വൈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ട് എനിക്കത്. അതിന്റെ ലിങ്ക് ഐക്കാർഡിലും കമന്റ് ബോക്സിലോ കൊടുക്കുക. അതൊന്ന് കണ്ടു നോക്കിക്കാം. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ നിങ്ങൾ സൺസ്ക്രീൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യരുത്, കയ്യിലും പിന്നെ കഴുത്തിന്റെ ബാക്കിൽ ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, റീഅപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം കുറച്ചും കൂടെ നിങ്ങൾ പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ലോങ് റൂട്ടിൽ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ, കാറ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കയ്യിലൊക്കെ പെട്ടെന്ന് ടാൻ വരാനുള്ള ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ ഇത് ഗ്ലൗസ് യൂസ് ചെയ്യുക, തൊപ്പി, കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. കാരണം ആണുങ്ങൾക്ക് പെട്ടെന്ന് ഫ്രീ റാഡിക്കൽ ഡാമേജ് വരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സൺസ്ക്രീൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ റൂട്ടീൻ ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ച് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് ഞാൻ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യുക. Till then, it's Lakshmi signing off.